ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ RRB റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ നോട്ടീസുമായി ബന്ധപ്പെട്ടിട്ടും അതേപോലെ തന്നെ വരാനിരിക്കുന്ന നോട്ടിഫിക്കേഷനെക്കുറിച്ചും വേക്കൻസിയെക്കുറിച്ചും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നാലും ഉദ്യോഗാർത്ഥികളെടുത്ത് ഞാൻ ക്ലാസ്സസിലൊക്കെ പോകുന്ന സമയത്ത് പറയാറുള്ളൊരു കാര്യമാണ്, സർ ഞങ്ങൾക്ക് ഈ എക്സാമിനേഷൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ളൊരു ധാരണയുണ്ട്, എന്നാൽ ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ ഒരു മോട്ടിവേഷൻ നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ള രീതിയിൽ പലരും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരുടെ റിവ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ എക്സാമിനേഷനിലേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് എന്താ പറയുക ഡിസ്ട്രാക്ഷൻസുകൾ വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഞങ്ങൾക്കത് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ പല ആളുകളും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പുതിയൊരു വീഡിയോ സീരീസുമായിട്ട് വരുന്നത്. RRB JEE എക്സാമിന് വേണ്ടിയിട്ട് ഡീകോഡിംഗ് ദ സീക്രട്ട് ഓഫ് RRB JEE എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു സീരീസിൻ്റെ ഭാഗമായിട്ട് ഓരോ എപ്പിസോഡിലും ഓരോരോ പുതിയ കാര്യങ്ങളായിരിക്കും നിങ്ങളിലേക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾക്കുള്ള കൺഫ്യൂഷൻസുകൾ മാറ്റുക എന്നതോടൊപ്പം തന്നെ 2025 RRB JEE ക്രാക്ക് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളിൽ ഒരു വലിയ വിഭാഗം ഉദ്യോഗാർത്ഥികൾ, ഈ വീഡിയോ കാണുന്ന ആളുകൾ അല്ലെങ്കിൽ ഞങ്ങളിലൂടെ പഠിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികളിലേക്ക് എത്തണം എന്ന ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ RRB JEE എക്സാമിനേഷനിൽ നിങ്ങൾ ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ഡിസ്ട്രാക്ഷൻ തന്നെയാണ് അല്ലേ. സോ അത് പരമാവധി ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെ നമുക്കിതിൽ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് നമുക്ക് ഈ എക്സാമിനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ള ആ ഒരു ജേർണി തന്നെയായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഇന്നത്തെ എപ്പിസോഡ് 1 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡിസ്കഷൻ എന്ന് പറയുന്നത് ബിലീവ് ഇൻ യുവർ സെൽഫ് എന്നുള്ളതാണ് അല്ലേ. ഇതിനല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഏതൊരു എക്സാമിനേഷന് പോകുന്ന സമയത്തും ഏതൊരു ഉദ്യോഗാർത്ഥിയുടെയും ഉള്ളിൽ വരേണ്ട ആദ്യത്തെ തോട്ട് എന്ന് പറയുന്നത് നിങ്ങളിലുള്ള വിശ്വാസമാണ് അല്ലേ. അതായത് മറ്റെന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ഞാൻ ഈ എക്സാം ക്രാക്ക് ചെയ്തെടുക്കും എന്നുള്ള ആ വിശ്വാസമാണ് നിങ്ങൾ ഏതൊരു എക്സാമിനേഷന് പോകുമ്പോഴും ഉണ്ടാവേണ്ടത്. നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക എന്നുള്ളതാണ് ബിലീവ് ഇൻ യുവർ സെൽഫ്. നിങ്ങളൊരു പക്ഷേ BTechന് പഠിച്ച സമയത്ത് ഒരുപാട് CGPA സ്കോർ ചെയ്ത ആളായിരിക്കില്ല. നിങ്ങൾ +2 പഠിക്കുന്ന സമയത്ത് ഒരു എക്സ്ട്രാ ഓർഡിനറി മാർക്ക് വാങ്ങിയിട്ടുള്ള ആളായിരിക്കില്ല. ബട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾ ആലോചിക്കേണ്ടത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് വേണ്ടി കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് പ്ലാൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങളെ കൊണ്ട് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, ബിൽഡ് ചെയ്തെടുക്കണം. ഞാൻ എൻ്റെ ഒരു സ്റ്റോറി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ RRBയുടെ എക്സാംസിന് വരുന്ന സമയത്ത് എന്തുകൊണ്ട് ഞാൻ ഈ RRB എക്സാം ക്രാക്ക് ചെയ്തു എന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ എന്തായിരുന്നു എൻ്റെ ആ സമയത്തുള്ള മോട്ടിവേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതൊരു ഡു ഓർ ഡൈ കോമ്പറ്റീഷൻ ആയിട്ടായിരുന്നു ഞാൻ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നത്. അതിനൊരു കാരണമുണ്ട്. ഇപ്പം ഞാൻ പറയാമെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ചുറ്റുപാടിലുള്ള രീതികളെന്ന് പറയുന്നത്, ഒരു BTech കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾ എല്ലാവരും ചെയ്ത കാര്യം എന്ന് പറയുന്നത് നേരെ എന്ത് ചെയ്യുക, ദുബായ്ക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ പോകുക എന്നുള്ള ഒരു രീതിയായിരുന്നു മൊത്തത്തിലുണ്ടായിരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ നാടും നാട്ടുകാരും ഒക്കെ വളരെ പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു വിദേശ രാജ്യത്ത് പോയിട്ട് അവിടെ ഒരു പ്രവാസിയായിട്ട് നമ്മുടെ ജീവിതകാലം മുഴുവൻ വർക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് ഒരിക്കലും എൻ്റെ മൈൻഡിൽ അത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഘടകമായിരുന്നു. അപ്പോൾ ഞാൻ 2016 BTech ഒക്കെ കഴിഞ്ഞു. പിന്നീട് 2017-18 ആയ സമയത്ത് ഈ പറഞ്ഞിട്ടുള്ള ആ വിദേശ രാജ്യത്തേക്ക് പോകാനുള്ള പരിപാടികളിലേക്കൊക്കെ ഡിസ്കഷൻസ് ഒക്കെ വന്നു തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇനിയും ഞാനിവിടെ ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും പോകേണ്ടി വരും എന്നുള്ള ആ ഒരു ചിന്ത, അതായത് വിദേശ രാജ്യങ്ങളിൽ അവിടെ പോയിട്ട് ഒരു പ്രവാസിയായിട്ട് മാറേണ്ടി വരും എന്നുള്ള ചിന്ത എൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, മുന്നോട്ട് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചു. അതായത് നമ്മുടെ നാട്ടിൽ നിൽക്കുകയാണെങ്കിൽ നമുക്കൊന്നുമില്ലാത്ത രീതിയിൽ നിങ്ങൾക്കറിയാം, ഒരു കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വീട്ടിൽ നിൽക്കുന്ന സമയത്ത് സാമ്പത്തികമായിട്ടും ഒക്കെ നമ്മൾ വീണ്ടും വീട്ടുകാരെ നമ്മൾ ബുദ്ധിമുട്ടിക്കുക എന്നൊക്കെ പറയുന്നത് അതൊരിക്കലും എന്തല്ല, അത്ര സുഖകരമായിട്ടുള്ളൊരു സമയമല്ല അല്ലേ. ഏറ്റവും മോശപ്പെട്ട കാലഘട്ടം എന്ന് പറയുന്നത് ആ ഒരു ജോബില്ലാത്ത BTech കഴിഞ്ഞതിന് ശേഷമുള്ള കാലഘട്ടമാണ്. ഞാൻ എൻ്റെ ലൈഫ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കാത്ത സമയങ്ങളും ആ ഒരു സമയങ്ങൾ തന്നെയാണ്. ഉറപ്പായിട്ടും അത് നമുക്ക് അത്ര എന്തായിരിക്കില്ല, സുഖകരമായിട്ടുള്ളൊരു സമയമായിരിക്കും അല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇനിയും ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ ശരിയാവില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ എക്സാംസുകളെ കുറിച്ച് സെർച്ച് ചെയ്തു. അപ്പോൾ എൻ്റെ മുന്നിൽ 2018 വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ പഠിച്ച് സ്റ്റാർട്ട് ചെയ്ത എക്സാമാണ് RRBയുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാം എന്ന് പറയുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാനൊരു കോച്ചിങ്ങിന് വേണ്ടി ജോയിൻ ചെയ്തു. കോച്ചിങ്ങിലൊക്കെ ജോയിൻ ചെയ്ത് 6 മാസത്തോളമാണ് ആ ഒരു കോച്ചിങ് ഉണ്ടായിരുന്നത്. 6 മാസമല്ല, ഒരു 3.5 മാസമാണ് ക്ലാസ്സസ് ഉണ്ടായിരുന്നത്. ക്ലാസ്സസൊക്കെ കറക്റ്റ് അറ്റൻഡ് ചെയ്തു. പക്ഷേ അപ്പോൾ എന്താണെന്നറിയോ, നോട്ടിഫിക്കേഷൻ പോയിട്ട് അതിൻ്റെ യാതൊരു സൂചന പോലും എന്തില്ലായിരുന്നു, ആ സമയത്തൊന്നും ഇല്ലായിരുന്നു. പക്ഷേ വരും എന്നുള്ള എന്താ പറയുക, ചില റൂമേഴ്സുകൾ പല ഭാഗത്തുനിന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് പഠിച്ചത്. 2018 വരും എന്ന് പ്രതീക്ഷിച്ച് നമ്മൾ അവിടെ സമയത്ത് നിന്നു. പക്ഷേ
വന്നത് 2018 എൻഡിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് നോട്ടിഫിക്കേഷൻ വന്നത്. ബട്ട് മീൻ ടൈം ആ സമയത്തിനുള്ളിൽ തന്നെ RRBയുടെ ALP എക്സാം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ALPക്ക് വേണ്ടി അല്ല പഠിച്ചിട്ടുണ്ടായിരുന്നത്, ഞാൻ JEE എക്സാമിന് വേണ്ടിയായിരുന്നു പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, പഠിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ALP എക്സാം ആ സമയത്ത് വന്നതുകൊണ്ട് തന്നെ നമ്മുടെ മുന്നിൽ വരുന്ന ഏത് എക്സാംസിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിൻ്റെ പുറത്ത് ഞാൻ ആ എക്സാം അറ്റൻഡ് ചെയ്തു. അതിന് വേണ്ടിയിട്ട് ചെറിയ മൈനർ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രിപ്പറേഷൻ ടൈമിൽ വരുത്തിയത് കൊണ്ട് ആദ്യം അറ്റൻഡ് ചെയ്ത എക്സാം എന്ന നിലയിൽ എനിക്ക് ആ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് തന്നെയാണ് അതെൻ്റെ കോൺഫിഡൻസ് ലെവൽ ഒരുപാട് ഹൈ ആക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്, ഞാൻ ഒരിക്കലും ഒരു ഹൈ എന്താ പറയുക മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ള ഒരു അക്കാഡമിക് ബ്രില്യൻസ് ഉള്ള ഒരാളൊന്നുമല്ല. ഞാനൊരു സാധാരണ വിദ്യാർത്ഥിയാണ്. മറ്റു വിദ്യാർത്ഥികളെ പോലെ തന്നെ ഒരു ആവറേജ് മാർക്ക് മാത്രമേ എനിക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിട്ടുള്ള എനിക്കിത് നേടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഓരോരുത്തർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ ഈ എക്സാമിനെ അപ്രോച്ച് ചെയ്യുക. നല്ല വിജയങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങളുടെ കോൺഫിഡൻസ് തന്നെയാണ് എക്സാമിനേഷൻ്റെ ജേർണിയിൽ ഏറ്റവും അധികം നിങ്ങളെ സഹായിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ആ ഒരു വിൽ പവർ നിങ്ങൾ കാണിക്കണം, നിങ്ങൾ ഷോ ചെയ്യണം. അതായത് എന്നെക്കൊണ്ട് സാധിക്കുന്നുള്ള ആ വിശ്വാസം നിങ്ങൾ മുന്നിൽ, മറ്റുള്ളവർക്ക് മുന്നിൽ അല്ല, നിങ്ങളെ തന്നെ ബോധ്യപ്പെടുത്താൻ നിങ്ങളെ കൊണ്ട് കഴിയുകയാണെങ്കിൽ ഈ എക്സാമിൻ്റെ ആദ്യഘട്ടം നിങ്ങൾ വിജയിച്ചു എന്ന് തന്നെ പറയാം. ഈ എക്സാമിനേഷനിൽ ഒരിക്കലും നിങ്ങൾ വരാനിരിക്കുന്ന RRB JEE എക്സാമിനേഷനെ കുറിച്ച് ഒരു ധാരണയില്ലാതല്ല നിങ്ങൾ പഠിക്കുന്നത്. കാരണം ജൂലൈയിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ നോട്ടിഫിക്കേഷൻ വരുന്ന റെയിൽവേ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ എക്സാമിനേഷൻ വലിയൊരു സാധ്യത തന്നെയാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറന്നിരിക്കുന്നത്. ഈ സാധ്യതകളെ ഉപയോഗപ്പെടുത്തി നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. അപ്പോൾ നമ്മുടെ ഇലക്ട്രിക്കലിലുള്ള അതേപോലെ തന്നെ മറ്റെല്ലാ ബ്രാഞ്ചസിലും എൻട്രിയിൽ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, RRB JEEയുടെ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കുക. നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത് നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഏറ്റവും സുഖകരമായിട്ടുള്ള ഒരു ജീവിതം അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ലൈഫാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നിങ്ങളൊരു സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആകുന്ന ദിവസത്തെക്കുറിച്ച് നിങ്ങൾ സ്വപ്നം കാണുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു ഫോർ ലിസണിങ്. ഹാവ് എ നൈസ് ഡേ.